ഇന്നും കുട്ടികളെക്കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അവരുടെ പഠനത്തെക്കുറിച്ച് ഇത്രമാത്രം പറയാൻ എന്താണ്? അതെ, നമ്മൾ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മളുടെ വീടകങ്ങളിൽ കുഞ്ഞുങ്ങളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് പാഠപുസ്തകത്തിലുള്ളത് മാത്രം പഠിക്കാനാണ്. പഠിച്ചാൽ മതി, വേറെയെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ പഠിക്കുന്നതിന് പുറമേ മറ്റു പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല. അവർ വലിയവരായാൽ പോലും അവർ പഠിക്കുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ അനുഭവിക്കും, നമ്മുടെ നാട് അനുഭവിക്കും. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്പർ 1 കുറേ കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കാൻ സമ്മതിക്കാത്തത്. ഒന്ന്, ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കില്ല. അവർ തന്നെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശീലിപ്പിക്കത്തേ ഇല്ല, വായിൽ വാരി കൊടുക്കും. ഇത് 1 വയസ്സ് മുതലാണ് കുഞ്ഞുങ്ങളെ അവരുടെ കൈയുടെ ഗ്രിപ്പ് അനുസരിച്ച് അവർ ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിക്കുന്നത്. 1 വയസ്സ് മുതലാണ്. ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിപരമായ പ്രവർത്തനമാണ്. അവരുടെ കൈയുടെ മോട്ടോർ മൂവ്മെൻറ്റ്സ് അത് വർക്ക് ചെയ്യും. അവരുടെ തലച്ചോറ്, രുചി, വിശപ്പ് ഇതൊക്കെ അനുസരിച്ച് ഒരു വ്യക്തി സ്വയം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ബുദ്ധിയുടെ പ്രവർത്തനം തന്നെയാണ്, ബുദ്ധി വളർച്ചയാണ്. അവർ കുറേ കാര്യങ്ങൾ അതിലൂടെ പഠിക്കുന്നുണ്ട്. 2, നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒരിക്കലും നമ്മുടെ കുട്ടികളെ കൊണ്ട് ടോയ്ലറ്റ് കഴിയിപ്പിക്കാറില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്താ? നമ്മുടെ പബ്ലിക് ടോയ്ലറ്റുകളെല്ലാം ഉപയോഗിച്ചാൽ അത് ഉപയോഗിച്ചിട്ടെങ്കിൽ പോലും വൃത്തിയായിട്ട് ആരും സൂക്ഷിക്കില്ല. പിന്നെയുള്ളത് ഇതേപോലെയുള്ള പല കാര്യങ്ങളുമാണ്. നമ്മളുടെ കുട്ടികൾ അവരുടെ വളർച്ച അനുസരിച്ച് വളരുന്ന ഓരോ ഘട്ടം അനുസരിച്ച് അവരുടെ വസ്തുക്കളെല്ലാം സ്വയം സൂക്ഷിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അവരുടെ അണ്ടർ ഗാർമെൻറ്റ്സ് സ്വയം കഴുകാനാണ് വളർന്നു വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കേണ്ടത്. പല വീട്ടിലും വളരെ മുതിർന്നത് വരെ മാതാപിതാക്കൾ കുളിപ്പിക്കുന്ന ഒരു അഭ്യാസം കണ്ടിട്ടുണ്ട്. അത് വളരെ മോശമാണ്. കുട്ടികൾ സ്വയം എത്ര പെട്ടെന്ന് തനിയെ കുളിക്കാൻ പഠിക്കുന്നോ അത്രയും നല്ലതാണ്. അവരൊരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർ നമ്മളുടെ അടിമകളോ അവരുടെ സെർവൻസ് നമ്മളോ അല്ല, നമ്മളുടെ സെർവൻസ് അവരുമല്ല. അവർ വ്യക്തികളായിട്ട് വളരണമെങ്കിൽ, അവർക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ, അവർക്ക് കുറേ ഉത്തരവാദിത്വങ്ങൾ ലോകത്തുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ അവരുടെ സ്റ്റേഷനറീസ് അവരെ കൊണ്ട് തന്നെ സൂക്ഷിപ്പിക്കണം. അവരുടെ വസ്തുക്കൾ വൃത്തിയായും ഭംഗിയായിട്ടും ചിട്ടയായിട്ടും സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് തന്നെ ഉള്ളതാണെന്ന് അവർക്ക് മനസ്സിലാവണം. അത് കുഞ്ഞിലേ മനസ്സിലാവണം. ഇത് ഞാൻ പറയുമ്പോൾ എത്രമാത്രം ആൾക്കാർ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പല മാതാപിതാക്കളും മുതിർന്ന പ്രശ്നത്തിലകപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ വളർത്തിയത് രീതി ശരിയായില്ല എന്ന് കരയുന്നവരാണ്. അങ്ങനെ അടുത്ത തലമുറയെങ്കിലും കരയാതെ ഇരിക്കട്ടെ. താങ്ക് യു.